നീയൊക്കെ മനുഷ്യകുലത്തിൽ പിറന്നവളാണോടി? പ്രസവിച്ച ശേഷം ആ കുട്ടി എടുത്ത് കടന്നു കളയുക. നീ മൃഗങ്ങൾക്ക് പോലും അപമാനമാണ്. ഒരു മൃഗം പോലും ചെയ്യില്ല ഇത്ര ക്രൂരമായ പ്രവൃത്തി. മാതൃത്വത്തിന്റെ മഹത്വം പോലും അറിയാത്ത കുറെ വികൃത ജന്മങ്ങൾ. കഴിഞ്ഞ ദിവസം ഇയാളുടെ അമ്മ എന്റെ വീട്ടിൽ വന്നിരുന്നു. കുട്ടി ഇവന്റേതാണെന്നും ഇവന് കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ DNA ടെസ്റ്റിന് തയ്യാറാകണമെന്ന് ഭീഷണിപ്പെടുത്തി. ഓഹോ, കാര്യങ്ങൾ അവിടെ വരെ എത്തിച്ചതിന് ശേഷമാ നീ പരാതിയുമായി എന്റെ മുന്നിലേക്ക് വന്നത് അല്ലേ? കുട്ടി ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണ്ടേ? എന്നെ കൊണ്ട് നീ കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത്. മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നാണം കെടുത്തോടാ. നിന്നെ ഏത് വിധത്തിലും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അത് മറക്കണ്ട കേട്ടോടാ. നിൽക്കുന്നു ഭാവശുദ്ധിയുള്ള ശീലാവതി. പ്രസവിച്ച കുഞ്ഞിനെ ആ നിമിഷം എറിഞ്ഞിട്ട് പോയവള്. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഇവൾക്കറിയാം. ഇവളാണ് DNA ആവശ്യപ്പെടേണ്ടത് കോടതിയിൽ. നീ DNA ആവശ്യപ്പെട്ടോ? നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തെറ്റ് നിങ്ങളാണ് ചെയ്തത്, കാർത്തികല്ല. കാർത്തിക്കിനെ മേലാൽ ശല്യപ്പെടുത്തിയാൽ നീയൊക്കെ അഴിയണം, പറഞ്ഞേക്കാം. ഇതൊന്നും ശാശ്വതമല്ല. ആവശ്യം കഴിയുമ്പോ ഇവൻ നിന്നെ വലിച്ചെറിയും, സംശയം വേണ്ട. എന്തിനാ ACP ഇത്തരം വൃത്തികെട്ടവരുടെ പുറകെ നടന്ന് നിങ്ങൾ നാണം കെടുന്നത്? നിങ്ങളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഇവളുടെ കൂടെയൊക്കെ ജീവിച്ചാൽ ഇവൾ ഉറക്കത്തിൽ നിങ്ങളെ കൊല്ലില്ലെന്ന് ആരറിഞ്ഞു? നിങ്ങളൊരു കളങ്കമില്ലാത്ത മനുഷ്യനാ. അതാ ഇത്തരം ചതിയൊക്കെ സഹിക്കാൻ പറ്റാത്തത്. മറന്നുകള ഇവളെയൊക്കെ. നിങ്ങൾ വളരെ അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ. പാരമ്പര്യവും സംസ്കാരവുമുള്ള ഒരു തറവാട്ടിലെ അംഗം. ഇത്തരം മനുഷ്യരുമായുള്ള ബന്ധം നിങ്ങൾക്ക് മാനക്കേടാ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ വീട്ടുകാർക്കും വേണ്ടി ജീവിക്കേ. മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെപ്പോലെ നീതിബോധമുള്ള, കറപ്ഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർ വേണം. അതുകൊണ്ട് എല്ലാം മറന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ്.